ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഹാദൂസ് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു ബ്രെഡ് സാൻഡ്വിച്ചാണ് തയ്യാറാക്കുന്നത്. ബ്രെഡ് കൊണ്ട് അതിനകത്ത് കുറച്ച് ഫില്ലിങ്ങും കാര്യങ്ങളും നല്ല ടേസ്റ്റാണ് കേട്ടോ. ഉറപ്പായിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കൊരു ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഒരു ക്യാരറ്റ് മതി കേട്ടോ. ഇതുപോലെ വേണം കേട്ടോ ഗ്രേറ്റ് ചെയ്തെടുക്കാൻ. അങ്ങനെ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ഒരു സവാളയാണ്, മീഡിയം വലുപ്പമുള്ളൊരു സവാളയാണ് നമ്മളിനി ഗ്രേറ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അതും കൂടി സെയിം അതേപോലെ തന്നെ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു സവാളയാണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഒരെണ്ണം മതിയെ, ഒരുപാടൊന്നും വേണ്ട. അപ്പോൾ നമുക്ക് അതും കൂടി ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. സവാള ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായിട്ട് നല്ലതുപോലെ ബോയിൽ ചെയ്ത് പുഴുങ്ങിയെടുത്ത മുട്ടയുണ്ടല്ലോ, ആ മുട്ടയാണ് നമ്മളിനി ഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ ഒരു മുട്ട കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. പുഴുങ്ങിയ മുട്ട നമ്മൾ 2 എണ്ണമാണ് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 2 എണ്ണത്തിന് ആവശ്യമുണ്ട്. അപ്പം കുറച്ചുകൂടെ ടേസ്റ്റി ആയിരിക്കും, അതുപോലെ തന്നെ നല്ല ക്രീമി ആയിരിക്കും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ 2 മുട്ട എടുത്തത്. വെജിറ്റബിൾസ് ഒക്കെ ഓരോന്നും ഇത് മാത്രം മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആ 2 മുട്ടയും ഗ്രേറ്റ് ചെയ്തതിന് ശേഷം നമ്മളപ്പം ക്യാരറ്റ് ചേർത്തു, പിന്നീട് സവാള ചേർത്ത്, അതുപോലെ തന്നെ 2 ബോയിൽ ചെയ്ത് തിളപ്പിച്ച പുഴുങ്ങിയ മുട്ട കൂടി നമ്മൾ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. കുറച്ചും കൂടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാനൊരു ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം ബൗളിനകത്തോട്ട് മാറ്റി കൊടുക്കാം. അതാകുമ്പോൾ ഇനി ബാക്കിയുള്ള ചേരുവകളോട് ചേർക്കുമ്പോൾ കുറച്ചും കൂടി ഈസി ആയിരിക്കും. പാത്രത്തിലാകുമ്പോൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മൾ ബൗളിനകത്തോട്ട് എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് അരിഞ്ഞെടുത്ത ഒരു തക്കാളിയാണ്, മീഡിയം വലിപ്പമുള്ളൊരു തക്കാളി, അതും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലോട്ട് നമ്മൾ മയണൈസാണ് ചേർത്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് മയണൈസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ടീസ്പൂണിനാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഒരു 3-4 ടീസ്പൂണോളം മയണൈസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എത്രയും വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല ക്രീമി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അടുത്തത് നമ്മൾ പിസ്സ ഉണ്ടല്ലോ, പിസ്സയിൽ ചേർക്കുന്ന ഒരു സോസ് ഉണ്ട്, പിസ്സ സോസ്, അതാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുത്തത്. അത് നിർബന്ധമില്ല, ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതിലേക്ക് നമ്മുടെ ടൊമാറ്റോ സോസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വേണ്ട, ഒരു 1-1.5 ടീസ്പൂണോളം സോസ് കൂടി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടിയാണ്. അപ്പോൾ 1/4 ടീസ്പൂൺ മാത്രം ചേർത്താൽ മതി, ഒരുപാട് വേണ്ടിട നിർബന്ധമില്ല, വേണമെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണിൽ താഴെ ഉപ്പ് മാത്രം മതി കേട്ടോ. ഇനി ഇതിലേക്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചില്ലി സോസ് വേണമെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. നല്ല ഫ്ലേവർ, അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും കേട്ടോ. അപ്പോൾ അത് നല്ലതുപോലെ തന്നെ നിങ്ങൾ മിക്സ് ചെയ്തെടുക്കണം. നല്ല ക്രീമി രൂപത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അപ്പോൾ നല്ലതുപോലെ കുഴച്ചെടുക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല ക്രീമി രൂപത്തിൽ കിട്ടും. എന്നിട്ടാണ് നമ്മളിത് ബ്രെഡിൽ ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ നല്ല ക്രീമി രൂപത്തിലേക്ക് നമുക്കിതിനെ കുഴച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്കൊന്ന് കുഴച്ചെടുക്കാം. നമ്മൾ മയണൈസും കച്ചപ്പൊക്കെ ആഡ് ചെയ്ത് കൊടുത്തുകൊണ്ട് തന്നെ നല്ല ക്രീമി ആയിട്ട് ഇരിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഈ ഒരു ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് തന്നെ. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ നല്ല ക്രീമി രൂപത്തിൽ ഇത് നമുക്ക് കിട്ടിയിട്ടുണ്ട്, കണ്ടില്ലേ? നല്ല ക്രീമി രൂപത്തിൽ കിട്ടിയിട്ടുണ്ട്. കുറച്ച് ചില്ലി മയണൈസ് ഉണ്ടെങ്കിൽ അതും കൂടി ഒഴിക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും. അപ്പം ചില്ലി മയണൈസ് ഉള്ളവരാണെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫില്ലിങ്. നല്ല ടേസ്റ്റാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്കിതൊന്ന് ബ്രെഡിലോട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ പാനിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ ബ്രെഡിനെ. കണ്ടില്ലേ, ഇതുപോലെ ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള ബ്രെഡ് എടുത്തതിന് ശേഷം ദോശക്കല്ലിലോ അതല്ലാതെ പാനിലോ എന്തെങ്കിലും വെച്ച് ഒന്നങ്ങ് ജസ്റ്റ് ഒന്നങ്ങ് ചൂടാക്കി എടുത്താൽ മാത്രം മതി കേട്ടോ. ഒരുപാടങ്ങ് ചൂടാക്കണ്ട, ആ സോഫ്റ്റ്നെസ് അങ്ങ് പോവും. എന്നിട്ട് നമ്മൾ ഇനി ഇതിനകത്തോട്ടാണ് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ഇനി ഇത് ഫില്ല് ചെയ്തെടുക്കാം. കുഞ്ഞു മക്കളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മൾ തയ്യാറാക്കി കൊടുത്താൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. അതുപോലെ നമുക്ക് ഒട്ടും ടൈം ഇല്ലാത്ത സാഹചര്യത്തിലൊക്കെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പി തന്നെയാണ്. ഈവനിങ് സ്നാക്സ് ആയിട്ടോ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയതാണ്. അതുപോലെ തന്നെ ക്യാരറ്റൊന്നും കഴിക്കാത്ത കുട്ടികൾക്ക് ഇങ്ങനെയും നമ്മുടെ കുഞ്ഞുമക്കളുടെ ശരീരത്തെ എത്തിക്കാൻ കഴിയും കേട്ടോ. അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്, എല്ലാവരും കഴിക്കുകയും ചെയ്യും. അപ്പം കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുന്ന ടൈമിൽ എല്ലാ മാതാപിതാക്കളും ഇതുപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് വെറൈറ്റി റെസിപ്പികളായിട്ട് കുട്ടികൾക്ക് കൊടുക്കുക. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും, മക്കൾക്ക് ഒത്തിരി ഇഷ്ടമാകും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കണ്ട. കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് വീഡിയോ ഇഷ്ടമായാലോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മളിതാ ഒരു ബ്രെഡ് നല്ലതുപോലെ തന്നെ കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ വേറൊരു ബ്രെഡും കൂടി വെച്ച് കൊടുക്കും കേട്ടോ. അതുപോലെ ബാക്കിയുള്ള ബ്രെഡുകളെല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് ആക്കി എടുത്തിട്ട് വരാം. എല്ലാ ബ്രെഡും ഫില്ല് ചെയ്തതിന് ശേഷം ഒരു ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഇതങ്ങ് കട്ട് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം കട്ട് ചെയ്തും കഴിക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഒന്നായിട്ടും കഴിക്കാം, എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരിക്കും, അകം നല്ല ക്രീമി ആൻഡ് ജ്യൂസി ആയിരിക്കും. അപ്പം ഇങ്ങനെ മുറിച്ചെടുത്താൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും കഴിക്കാൻ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ചാൽ അതുപോലെ കഴിക്കുക. അത് മാത്രമല്ല നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഉറപ്പായിട്ട് എല്ലാവരും ഈ ഒരു റെസിപ്പി ഇഷ്ടമായാലും ട്രൈ ചെയ്ത് നോക്കാനും കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള എളുപ്പമുള്ള നല്ല നല്ല റെസിപ്പികളുമായിട്ട് ഇൻഷാ അല്ലാഹ് ഇനിയും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.